റീക്രിയേഷൻ്റെ മുമ്പ് ഞാൻ ഓട്ടോണോമിയൽ അസോസിയേഷനെ പറ്റി അന്വേഷിക്കുകയുണ്ടായിരുന്നു. അന്ന് എനിക്കതിനെപ്പറ്റി ഒന്നും മനസ്സിലായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ അവരെന്നെ വിളിച്ച സ്ഥിതിക്ക് അങ്ങോട്ട് പോവാതിരിക്കുന്നത് മോശമല്ലേ? ഇത് കേട്ടതും മാനേജറും സ്റ്റാഫും ആകെ അമ്പരന്ന് പോയി. കാരണം അവരുടെ ടെറിട്ടറി കയറിയ ആരും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നാ. എന്നാൽ വിക്കിയുടെ ഒരു ചിരിയുണ്ട്. പിന്നീട് നമുക്ക് കാട്ടിത്തരുന്നത് അവരുടെ ഹോട്ടലാണ്. അതിൻ്റെ പേരാണ് ഹൈ ഹാൻഡ് ഹോട്ടൽ ഇൻ ഹണ്ടർ സിറ്റി. ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ഹോട്ടൽ എന്നറിയപ്പെടുന്നു. അവിടെ നമുക്ക് കാട്ടിത്തരുന്നത് അവിടുത്തെ VIP റൂമിൽ നടക്കുന്ന ഒരു പാർട്ടിയാണ്. അവിടെയുള്ള പാർട്ടി കണ്ടൻസ് ചെയ്യുന്നത് തന്നെ അസോസിയേഷനിലെ മെമ്പേഴ്സാണ്. അസോസിയേഷനിലെ മെയിൻ ആളുകളല്ല അവിടെയുള്ളത്. സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷനിലെ കുട്ടികളാണ് അവിടെയുള്ളത്. 7 റെപ്രസെൻറ്റേഴ്സ് ക്ലാനിലെ 7 മക്കളാണ് ഇവർ എല്ലാവരും. ഇവരാണെങ്കിൽ ആ കുടിക്കുന്ന മദ്യത്തിൻ്റെ വാല്യൂ തന്നെയുണ്ട് 1 മില്യൺ ഗോൾഡ്. അവനത് നിലത്തോട്ട് വെച്ചു. എന്നിട്ട് അവിടെയുള്ള സർവൻറ്റുകളോട് അത് വന്ന് നക്കാൻ പറഞ്ഞു. ഇത് കേട്ട സർവൻസ് ആണെങ്കിലോ, താങ്ക് യു സാർ, താങ്ക് യു, ഇത്രയും നല്ല പ്രീഷ്യസ് ആയ മദ്യം ഞങ്ങൾക്ക് വന്നതിന് താങ്ക് യു സാർ എന്ന് പറഞ്ഞുകൊണ്ട് അതവർ നക്കി. ഇത് കണ്ട ക്ലാനിലെയും മെമ്പേഴ്സ് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത്, എപ്പോഴും നമ്മൾ തട്ട് പൊങ്ങി തന്നെ ഇരിക്കുമെന്ന്. ഇനി തൊട്ട് അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ ക്ലാനുകൾ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സ്ലാബ് ബിസിനസ് അത്ര ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മുടെ ഈ ഭാസ്കർ വില്ലയിൽ. അപ്പം മറ്റൊരുത്തം പറയുന്നു, ഇത് ഗ്രേറ്റ് ആണ്, നമുക്ക് ചിന്തിക്കണ്ട നമ്മളെ ഫ്യൂച്ചർ എന്താവുമെന്ന് കരുതി. ഇപ്പോഴും സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഭാസ്കർ വില്ല ക്ലാനിലെ ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അവർ മണ്ടന്മാരായി ഇപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സീരിയസ്ലി പറഞ്ഞാൽ ആ മണ്ടന്മാർക്ക് സോഡ്സ് ഉപയോഗിച്ചുള്ള ഫൈറ്റ് മാത്രമേ അറിയൂ, വേറെ ഒന്നും അവർക്കറിയില്ല. അതുപോലെ തന്നെ ആ മണ്ടന്മാർക്ക് നമ്മൾ ചെയ്യുന്ന തെറ്റ് മറ്റുള്ളവരെ മേലെ ഇട്ട് കൊടുക്കുന്നതും ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മൾ ടോട്ടൽ 8 ക്ലാനുകളുണ്ടായിരുന്നു ആദ്യം, ഇപ്പോൾ 7 ഉള്ളൂ. ആ ഒരു ക്ലാൻ പൂർണ്ണമായും ഭാസ്കർ വില്ല തുടച്ചു നീക്കി. അതും ആ 8ാമത്തെ ക്ലാനിലെ മെമ്പർ അവരുടെ സോഡ് ടെക്നിക് പഠിച്ചതിനാണ് ആ ക്ലാനെ അവർ ഡിസ്ട്രോയ് ആക്കി കളഞ്ഞ്. അപ്പോൾ തന്നെ അവൻ്റെ അടുത്ത് മറ്റവൻ വന്നു, എന്തായി അവൻ്റെ കാര്യം? ആ ഭാസ്കർ വില്ലയിൽ വന്ന് കൗൺസിലല്ലേ, അവൻ നമുക്ക് പ്രശ്നമാകുമോ? അപ്പോൾ അവരുടെ മെയിൻ ആൾ പറയുന്നു, അവൻ ചിലപ്പോൾ നമുക്കൊരു പ്രശ്നമായി തീരാം. കാരണം അവൻ വന്നപ്പോൾ തന്നെ നമുക്കിട്ട കൊട്ടുന്നത്. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയ ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവനൊരു ചെറിയ പയ്യനാണത്രേ. അവൻ്റെ ഒപ്പമുള്ള മറ്റൊരാൾ ചോദിച്ചു, എന്നാൽ നമുക്ക് അവൻ്റെ ഒപ്പം ഒന്ന് കളിച്ചാലോ? അവനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അവനക്ക് വേണ്ടി ഒരു വലിയ പാർട്ടി തന്നെ തയ്യാറാക്കുന്നു. എങ്ങനെയുണ്ടാവും അത്? പാർട്ടി കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് തന്നെ നമുക്ക് ഫുൾ ബില്ല് കൊടുപ്പിക്കാം. കേട്ടിട്ട് നല്ല രസമുണ്ട്, പക്ഷേ ഇത് നടക്കുമോ എന്നറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും നിൻ്റെ ഐഡിയ. കേട്ടെടുത്തോളം അവൻ ഭാസ്കർ വില്ലയിലെ ഒരു സാധാരണ ഗവർണറാ. അവൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ ബില്ലെന്തായാലും അവനക്ക് കൊടുക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പോഴാണ് അവിടെയുള്ള സെർവൻറ്റ് വന്ന്, സാർ ലേഡീസ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സെർവൻറ്റ് വരുന്നത്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ മറ്റൊരാളുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെയുള്ള 3ാമത്തെ ഒരാൾ ചോദിക്കുന്നത്, അല്ല ഈ മെയിൽ എന്തിനാ, ഇവരെ എസ്കോർട്ട് ചെയ്യാനാണോ? അല്ല സാർ, അവൻ പറഞ്ഞു നിങ്ങളെ കാണണമെന്ന്. അപ്പോൾ നിനക്കിവരെ അറിയില്ലല്ലേടാ? എന്നിട്ട് അവൻ ഇത്ര കോൺഫിഡൻസിൽ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ സാർ? ഈ നായനെ ഞാൻ കൊന്നു കളയട്ടെ സാർ. ആ സമയത്താണ് നമ്മളെ വിക്കിക്ക് ദേഷ്യം രച്ച് വരുന്നത്. പാർട്ടിയിലെ എല്ലാവരും അതുകൊണ്ട് അന്തം വിട്ട് ആ സെർവൻറ്റിൻ്റെ കൈ തന്നെ അവനോട് ഒടിച്ചു കളഞ്ഞ്. വിക്കി മുന്നോട്ട് നടന്ന് അവരോട് പറഞ്ഞു, ഞാനാണ് വിക്കി വാൻ ഭാസ്കർ. എന്ത്? ഡെപ്യൂട്ടി കൗൺസിലർ? അയ്യോ, നീ എന്ത് ചെയ്യും? അയാളെങ്ങനെ ഇവിടെ എത്തി? അപ്പം എന്നെ ഇങ്ങോട്ട് വിളിച്ചത് നിങ്ങളല്ലേ? ഞങ്ങളുടെ ഡെപ്യൂട്ടി കൗൺസിലർ, നിങ്ങൾ ഞങ്ങളെ കാണാൻ ഇവിടം വരെ എത്തുന്ന ഞങ്ങൾ കരുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 ക്ലാനിലെയും ആൾക്കാർ പറഞ്ഞു, നമ്മുടെ പ്ലാൻ നടത്തേണ്ട ടൈമായടാ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണ്ട, അത് തന്നെ ചെയ്തേക്കാം. നമുക്ക് അവനെ ഇവിടെ ഇരുത്തിയാണ്ട് ഫോഴ്സ്ഫുള്ളി പേ ചെയ്യിപ്പിക്കണം ഇവിടെ നടക്കുന്ന പാർട്ടിയുടെ ഫണ്ട്. നിർത്തട നായിക്കളെ നിങ്ങളെ ചേല. ഞാനിവിടെ വന്നത് നിങ്ങളെ ആഘോഷം കൂടി കളിക്കാനല്ല. ആ അടിക്ക് അവിടെ കൂട്ടി വെച്ച ഗ്ലാസ് എല്ലാം പൊളിഞ്ഞടിച്ചാടി. അതിലൊന്നിന് തന്നെ ഉണ്ട് 1 മില്യൺ ഗോൾഡ്. അപ്പോൾ പിന്നെ എത്ര എണ്ണം പൊട്ടിയെന്ന് പറയണ്ടല്ലോ നിങ്ങളോട്. അവിടെ എല്ലാം അടിയിലേക്ക് ചാടി പൊട്ടി. ഇത് കണ്ടതും അവിടെ ഉള്ള മെയിൻ ക്ലൈനിലെ മെമ്പർ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ആ പവർ, ആ ഉറ ഒരു ഗ്രാഡിയേറ്ററിൻ്റെതാണ്. അവനൊരു ഗ്രാഡിയേറ്ററാണോ? എങ്ങനെ ഈ ചെറുക്കൻ്റെ ഉള്ളിൽ നിന്ന് ആ ഉറ പുറത്ത് വരുന്നത്?
മറ്റു ക്ലൈനിലുള്ളവർ ആ മെയിൻ ക്ലൈനിലെ മഞ്ഞുമുടിക്കാരനോട് തന്നെ ചോദിച്ചു, ഇനി നീ എന്തെങ്കിലും ഡിസിഷൻ എടുക്ക്, അതിനുള്ള ഇവിടെ നടക്കുക. എന്ത് മണ്ടത്തരടാ നീ പറയണത്? പെട്ടെന്നായിരുന്നു വിക്കി അവൻ്റെ കൂട്ടുകാരൻ്റെ ദേഹത്ത് കൈവച്ചത്. ഇവിടെ നടന്ന എല്ലാത്തിൻ്റെയും പൈസ അത് ഞങ്ങൾ തന്നെ കൊടുത്തോണ്ട് സാർ. വിക്കി പറഞ്ഞു, ഓഫ് കോഴ്സ്. അപ്പോൾ നീയൊക്കെ കുടിച്ച പൈസ ഞാൻ കൊടുക്കാനാണോ നീ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്? ആണോടാ? അയ്യോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അപ്പോഴത്തേനാണ് പാർട്ടിയുടെ ഹോസ്റ്റ് പറഞ്ഞത്, അങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ സാർ? ഞങ്ങൾ അങ്ങനെ എന്തിനു ചെയ്യണം ഭാസ്കർവില്ല ക്ലൈനെതിരെ? സാർ, ഇവിടെ നടന്നത് ഒരു ടെസ്റ്റാണ്. താങ്കൾ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടി യോഗ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങളൊരു ടെസ്റ്റ് നടത്തിയതാ, അല്ലാതെ വേറൊന്നുമില്ല സാർ. താങ്കൾ തന്നെയാണ് വെറുത്തായൊരു കൗൺസിലർ. താങ്കളാണ് ഏറ്റവും വെറുത്തായൊരു കൗൺസിലർ എന്ന മഞ്ഞുമടിക്കാരൻ ഡയലോഗ് അടിക്കുന്ന ടൈമിലാണ് അപ്പുറത്താണ് നമ്മളെ വിക്കി ഭാസ്കർ അവൻ്റെ പള്ള അടിച്ചു പിടിക്കുന്നത്. എന്നാൽ അതൊരു വെറും അടിയായിരുന്നില്ല, വിക്കിയുടെ നഖങ്ങളെല്ലാം അവൻ്റെ ദേഹത്തായിരുന്നു. എന്നിട്ട് വിക്കി ഒരു ഡയലോഗ് പറഞ്ഞു, ഒരു നായ അവൻ്റെ ഓണറിന് ഒരിക്കലും ഡിസൊബേ ചെയ്യാൻ പാടില്ലടാ. എനിക്കിവിടെ നടക്കാൻ എല്ലാം മനസ്സിലായി. ഇനി നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത കാര്യങ്ങൾ ഞാനിവിടെ കാട്ടിത്തരടാ, കാണു നീയൊക്കെ. വിക്കി അവനെ നിലത്തിട്ട് അവൻ്റെ തലയിൽ ചൂട്ടി. നിങ്ങൾക്കറിയോ ഞാൻ എന്തിനാ അവനെ കൊല്ലാനാക്കിയിട്ടെന്ന്? അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇവനെ പോലെ തന്നെ ആയിരിക്കും ഇനി നിങ്ങളുടെ അവസ്ഥ. അവിടെയുള്ള എല്ലാവരും പറഞ്ഞു, ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാം സാർ. വിക്കി പറഞ്ഞു, ഓ അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നറിയാം, അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോവെന്ന് നിങ്ങൾക്കറിയല്ലോടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ തല ചവിട്ടി പൊട്ടിച്ചു. ഇത് കണ്ട ബാക്കികളെല്ലാവരും ഫൈറ്റിന് തയ്യാറായിരുന്നു. അവരിലൊരുത്തൻ്റെ അടുത്ത് എന്ന് വിക്കി പറഞ്ഞു, എനിക്കെല്ലാം അറിയടാ, ഇവിടെ നടക്കുന്ന കിഡ്നാപ്പിനെ പറ്റിയും ട്രാഫിക്കിനെ പറ്റിയും ഒക്കെ അറിയാം. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഭാസ്കർവില്ലയെ തരം താഴ്ത്തുക എന്ന് വേണമെങ്കിലും പറയാം. ഇത് കേട്ടതും അവരുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ ഭയമായിരുന്നു ഉണ്ടായത്. കാരണം ഭാസ്കർവില്ല ഫാമിലി അത് ഒരു പ്രത്യേക തരം തന്നെയാണ്. അവിടെയുള്ള എല്ലാത്തിൻ്റെയും തല കീറിപ്പൊളിക്കുന്ന ഒരു സീനാണ് പിന്നീട് നമുക്ക് കാട്ടിത്തരുന്നത്. അതും ഒരു ഈവിളായ ചിരി കൊണ്ട്.